ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കോൺഗ്രസ് പാർട്ടിയിലും വലിയൊരു ചലനത്തിന് വഴിതുറക്കുന്ന നിർണായകമായ സംഘടനാ അഴിച്ചുപണിക്ക് AICC ഒരുങ്ങുകയാണ്. ഈ അഴിച്ചുപണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദു മറ്റാരുമല്ല പ്രിയങ്ക ഗാന്ധിയാണ്. നിലവിൽ AICC ജനറൽ സെക്രട്ടറിയായി തുടരുമ്പോഴും നിശ്ചിത ചുമതലകളൊന്നുമില്ലാത്ത പ്രിയങ്കയ്ക്ക് പാർട്ടിയുടെ പരമാധികാര സമിതിയിൽ ഏറ്റവും നിർണായകമായ ഒരു പുതിയ പദവി നൽകാനാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ ഔദ്യോഗികമായി തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസിനെ ദേശീയ തലത്തിൽ കൂടുതൽ ശക്തമാക്കാനും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ നേരിടാനും പ്രിയങ്ക ഗാന്ധിയെ മുൻനിരയിലേക്ക് കൊണ്ടുവരികയല്ലാതെ പാർട്ടിയുടെ മുന്നിൽ മറ്റു വഴികളില്ല എന്ന തിരിച്ചറിവിലാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഈ പുതിയ നീക്കം നടത്തുന്നത്. രാഹുൽ ഗാന്ധിയുടെ വിദേശ പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തുന്നതോടെ ഈ മാറ്റങ്ങളുടെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. പ്രിയങ്ക ഗാന്ധിക്ക് പുതിയ പദവി നൽകുന്നതിനൊപ്പം തന്നെ രാജ്യത്തെ പ്രധാനപ്പെട്ട പല സംസ്ഥാനങ്ങളിലെയും KPCC നേതൃത്വങ്ങളിലും AICC ഭാരവാഹികളിലും വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാതെ പോയ പഞ്ചാബ്, ഛത്തീസ്ഗഡ്, ബീഹാർ, ജമ്മുകശ്മീർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പുതിയ അധ്യക്ഷന്മാരെ കണ്ടെത്താനുള്ള ആലോചനകൾ സജീവമാണ്. ഇതിനു പുറമെ 2028 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റിനെ വീണ്ടും പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ശക്തമായ നീക്കങ്ങളും നടക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ പാർട്ടിക്ക് പുതിയൊരു ഊർജം നൽകാൻ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിന് കീഴിൽ യുവ നേതാക്കളുടെ ഒരു നിരയെ അണിനിരത്താനാണ് ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നത്. ദേശീയ തലത്തിലെ ഈ അഴിച്ചുപണി കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും വലിയ ചലനങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. KPCCക്ക് പുതിയൊരു അധ്യക്ഷനെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ ഡൽഹിയിൽ സജീവമായി കഴിഞ്ഞു. ഇതിനോടകം തന്നെ കേരളത്തിൽ നിന്നുള്ള പ്രമുഖ നേതാക്കൾ തങ്ങളുടെ അവകാശവാദങ്ങളുമായി ഡൽഹിയിൽ ക്യാമ്പ് ചെയ്യുകയാണ്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് തങ്ങളുടെ സീനിയോറിറ്റിയും പ്രവർത്തന പരിചയവും ഉയർത്തിക്കാട്ടി നിരവധി പേരാണ് ഹൈക്കമാൻഡിനെ സമീപിക്കുന്നത്. പൂർണ്ണ സമയവും പാർട്ടി പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ഒരു നേതാവ് കേരളത്തിൽ വരണമെന്ന നിലപാടാണ് ഡൽഹിയിലെത്തിയ പല നേതാക്കളും മുന്നോട്ട് വയ്ക്കുന്നത്. കേരളത്തിലെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിലവിൽ വലിയൊരു മത്സരമാണ് അണിയറയിൽ നടക്കുന്നത്. സീനിയോറിറ്റിയും സംഘടനാ മികവും ഉയർത്തിക്കാട്ടുന്ന ജോസഫ് വാഴയ്ക്കാൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ കണ്ട് ചർച്ചകൾ നടത്താൻ ഒരുങ്ങുകയാണ്. ഇതിനു പുറമെ പാർട്ടിയുടെ മുതിർന്ന ദളിത് മുഖവും ശക്തനായ നേതാവുമായ കൊടിക്കുന്നിൽ സുരേഷ് കഴിഞ്ഞ തവണ അവസാന നിമിഷം വരെ പട്ടികയിൽ ഇടം പിടിച്ച ആന്റോ ആന്റണി എന്നിവരും സജീവമായി രംഗത്തുണ്ട്. UDF കൺവീനർ അടൂർ പ്രകാശ്, VS ശിവകുമാർ, ശരത്ചന്ദ്ര പ്രസാദ് എന്നിവരുടെ പേരുകളും ഈ സ്ഥാനത്തേക്ക് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതേസമയം രമേശ് ചെന്നിത്തലയെ പോലെയുള്ള മുതിർന്ന നേതാക്കളുടെ ചുമതലകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് കേരളത്തിലെ പാർട്ടി സംവിധാനത്തെ കൂടുതൽ ശക്തമാക്കാനും നീക്കങ്ങളുണ്ട്. പ്രിയങ്ക ഗാന്ധിക്ക് AICCയിൽ പുതിയ പദവി നൽകുന്നതിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് കേവലം ഒരു സംഘടനാ മാറ്റം മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ നയിക്കാൻ കെൽപ്പുള്ള ഒരു ശക്തമായ നേതൃത്വ നിരയെ വാർത്തെടുക്കുക കൂടിയാണ്. പ്രിയങ്കയുടെ പുതിയ ദൗത്യവും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ KPCC അധ്യക്ഷന്മാരുടെ മാറ്റവും സംബന്ധിച്ച അന്തിമ ചിത്രം അടുത്ത ആഴ്ചയോടെ പൂർണ്ണമായും വ്യക്തമാകും.